ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്കിന്ന് മെയിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ന് നമുക്ക് ഡിഫറൻഷിയേഷനാണ് നോക്കുന്നത്. കണ്ടിന്യൂറ്റി വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് കാണണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 1. എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് plus x square f dashed 1 x f dashed 2 f double dashed 2 sorry plus f double dashed triple dashed 3 x element r. Find f of 2. F dash x, okay, differentiating with respect to x. Derivative of x cube 3x square 2x f dashed 1 f double dashed 2. F double dashed x is equal to 6x plus 2 f dash 1 f triple dash x 6. നമുക്ക് ഇവിടെ എഫ് ട്രിപ്പിൾ ഡാഷ്ഡ് 3. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? തേർഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് 6 ഫോർ എനി വാല്യൂ ഓഫ് എക്സ് 6 അല്ലേ? കാരണം ഇവിടെ 6 ഇല്ല, എക്സ് ഇല്ല. ഇപ്പം നമ്മൾ എക്സിന് 3 കൊടുത്താലും 1 കൊടുത്താലും 2 കൊടുത്താലും ആൻസർ എന്താ? 6. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ എന്താ? 3. നമുക്ക് ഫസ്റ്റ് റിസൾട്ട് പെട്ടെന്ന് കിട്ടും. എഫ് ട്രിപ്പിൾ ഡാഷ്ഡ് 3 ഈസ് ഈക്വൽ ടു 6. ഇനി എഫ് ഡബിൾ ഡാഷ്ഡ് 2. Here substituting x is equal to 2. 6 into 2 12 plus 2 into f dashed 1. F dashed 1. Here substituting we get f dashed 1 is equal to 3 plus 2 f dashed 1 plus f double dashed 2. നോക്കിവിടെ എഫ് ഡബിൾ ഡാഷ് 2 എന്താ കിട്ടിയത്? 12 പ്ലസ് 2 ഇൻറ്റു എഫ് ഡാഷ് 1. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എഫ് ഡാഷ്ഡ് 1 ഈസ് ഈക്വൽ ടു 3 പ്ലസ് 2 ഇൻറ്റു എഫ് ഡാഷ് 1. എഫ് ഡബിൾ ഡാഷ്ഡ് 2 12 plus 2 into f dash 1. Four 1 2 plus 2 4 1 minus 4 minus 3 f dashed 1 is equal to 12 plus 3 15. F dashed 1 is equal to minus 5. നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഹിയർ f double dashed 2 is equal to 12 plus 2 into minus 5 that is 2. നമുക്ക് തന്നിരിക്കുന്ന ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ എഫ് ഡാഷ്ഡ് 1 എക്സ് സ്ക്വയർ എഫ് ഡാഷ്ഡ് 1 മൈനസ് 5 എക്സ് സ്ക്വയർ plus x into f double dashed 2 that is 2x plus f triple dash 3. നമുക്ക് ഫസ്റ്റിൽ കിട്ടിയല്ലേ 6. f of 2 replace x by 2 8 minus 20 plus 4 plus 6 18 minus 20 that is minus 2.
Question number 2. Let f be a function defined on capital R, set of real numbers, and satisfying the condition mod fx minus f of y less than or equal to mod x minus y the whole square for every x element x comma y element R. If f of 0 is equal to 1, then ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഒന്ന് വായിക്കാം, നമുക്ക് ലാസ്റ്റിൽ കണ്ടിട്ട് ഒന്നുകൂടെ വായിക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എഫ് ഓഫ് എക്സ് ക്യാൻ ടേക്ക് എനി വാല്യൂ. ബി എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ഫോർ എവരി എക്സ് എലമെൻ്റ് ആർ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫോർ എവരി എക്സ് എലമെൻ്റ് ആർ. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ എവരി എക്സ് എലമെൻ്റ് ആർ. നമുക്ക് നോക്കാം. mod f of x minus f of y by mod x minus y less than or equal to ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ എടുക്കാം. എഫ് ഡാഷ് എക്സ് അല്ലെങ്കിൽ എഫ് ഡാഷ് ഡേയുടെ സ്റ്റാൻഡേർഡ് ഫോർമുല എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. ഈ ഒരു ഫോർമുല നമുക്കൊന്ന് വേണം, ആവശ്യമുണ്ട്. എഫ് ഡാഷ് എ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. നമുക്കിത് ഈ ഫോർമുല നമുക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു വൈ മോഡ് എഫ് ഓഫ് എക്സ് minus f of y by mod x minus y less than or equal to limit x tends to y mod x minus y. നമുക്കിവിടെ എയുടെ സ്ഥാനത്ത് എന്താ? y. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? എഫ് ഡാഷ്ഡ് വൈ. സീറോ. എഫ് ഡാഷ്ഡ് മോഡുലസ് ഓഫ് എഫ് ഡാഷ്ഡ് വൈ ലെസ് ദാൻ 0 വരത്തില്ല അല്ലേ? ദെയർഫോർ എഫ് ഡാഷ്ഡ് വൈ ഈസ് ഈക്വൽ ടു 0. ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് വൈ ഈസ് ഈക്വൽ ടു സി. എഫ് ഓഫ് വൈ എഫ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു സി. നമുക്കിവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇഫ് എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 1, എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 1 ഗിവൺ. എഫ് ഓഫ് വൈ സി ആണ് അല്ലേ? ഇപ്പോൾ എഫ് ഓഫ് 0 എന്തായിരിക്കും? നമുക്ക് സി എന്തെഴുതാം? ഇപ്പോൾ വൈക്ക് നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 1. സി ഈസ് ഈക്വൽ ടു 1 ആണ്. ഇവിടെ സി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വൈക്ക് 0 കൊടുത്താൽ 1 കിട്ടണമെങ്കിൽ വേറൊരു നമ്പർ ഇവിടെ സി എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം അല്ലേ? ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എഫ് ഓഫ് വൈ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു 1. ഇപ്പോൾ എഫ് ഓഫ് വൈ 1 ആണെങ്കിൽ വൈക്ക് നമ്മൾ ഏത് വാല്യൂ കൊടുത്താലും 1 ആണ് അല്ലേ? കാരണം ഇവിടെ വൈ ഇല്ല. അപ്പോൾ നമുക്കിതിൽ നിന്ന് എഫ് ഓഫ് വൈ 1 ആണ്. നമുക്ക് എഫ് ഓഫ് എക്സ് എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം? വൈ മാറ്റി എഫ് ഓഫ് എക്സ് 1 ആയിട്ട് എടുക്കാം. ഓപ്ഷനിലുള്ളത് അപ്പോൾ ഇതിനകത്ത് എഫ് ഓഫ് എക്സ് ക്യാൻ ടേക്ക് എനി വാല്യൂ, അത് വരത്തില്ല. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 0, നോ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, ഇല്ല. പിന്നെ ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഡി, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. സോ ആൻസർ ഈസ് ഡി. എഫ് ഓഫ് എക്സ്
is greater than 0 for every x element, capital R. Question number 3. F of x, determinant cos x, x1, 2 sin x, x square 2x, tan x, x1. Find limit x tends to 0, f dash x by x. നമുക്ക് ഡിറ്റർമിൻ്റൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിലീറ്റഡ് ആണ്, എന്നാലും ചെറിയ പ്രോപ്പർട്ടീസ് ഒക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഡിറ്റർമിൻ്റ് വാല്യൂഷൻ എളുപ്പമുണ്ട്. നമുക്കിപ്പോൾ ഒരു റോ R1 R1 മൈനസ് R3 എന്നിട്ട് നമ്മൾ ന്യൂ റോ ഫോം ചെയ്താലും ആ സെയിം വാല്യൂ തന്നെയായിരിക്കും, ഈ ഡിറ്റർമിൻ്റ് വാല്യൂ അതും സെയിം ആയിരിക്കും. ഇപ്പം നമുക്കിവിടെ നമുക്ക് അങ്ങനെ ചെയ്താലും ഇത് 2 0 ആകും. അപ്പം നമുക്ക് ഫസ്റ്റ് റോ വെച്ച് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എളുപ്പമുണ്ട്. cos x മൈനസ് tan x 0, x minus x 1 minus 1 0, 2 sin x, x square 2x, tan x, x1 is equal to this into this minus this, cos x minus tan x into x square minus 2x square, that is minus x square. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എഫ് ഡാഷ് എക്സ് ബൈ എക്സ്, എഫ് ഡാഷ് എക്സ് മൈനസ് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം, എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് സി സ്ക്വയർ എക്സ്, പ്ലസ് കോസ് എക്സ് മൈനസ് ടാൻ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, എക്സ് സ്ക്വയർ sin x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എക്സ് സ്ക്വയർ സി സ്ക്വയർഡ് എക്സ് മൈനസ് 2x cos x പ്ലസ് tan x, 2x tan x. സ്റ്റീം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എഫ് ഡാഷ് എക്സ് ബൈ എക്സ്. നമ്മൾ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? എക്സ് ഉള്ള 2 ടേം എക്സ് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് എക്സ് വരും അല്ലേ. എക്സ് സൈൻ എക്സ് പ്ലസ് എക്സ് സീക്ക് എക്സ് മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ഇവിടെ എക്സ് ക്യാൻസലാവും, മൈനസ് 2 cos എക്സ് പ്ലസ് 2 tan എക്സ്. 0 ഇൻറ്റു എനി നമ്പർ 0, cos 0 1, tan 0 0. So answer is -2. നമുക്കിതിൽ എക്സ് ക്യാൻസലാകുമ്പോൾ ഇത് രണ്ടിലും ഒരു എക്സ് വരും, ഈ 2 ടൈമിൽ എക്സ് വരും, ഇവിടെ എക്സ് ക്യാൻസലാവും. നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് നമുക്ക് ലിമിറ്റ് കാണാം. Question number 4. Y of alpha 2 in root of 2 into tan alpha plus cot alpha by 1 plus tan square alpha plus 1 by sin square alpha, where alpha element 3 pi by 4, comma pi. Find dy by dx, dy by d alpha at
alpha is equal to I pi by 6. നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. y of alpha is equal to, നമുക്ക് ഈ ന്യൂമറേറ്ററിൽ നമുക്ക് കോട്ട് ആൽഫ ഔട്ട് സൈഡ് എടുക്കാം. കോട്ട് ആൽഫ ഇൻറ്റു ടാൻ ആൽഫ ബൈ കോട്ട് ആൽഫ. കോട്ട് ആൽഫ ന്യൂമറേറ്റർ പോകുമ്പോൾ എന്താവും? ടാൻ ഇൻറ്റു ടാൻ, ടാൻ സ്ക്വയർ. നമ്മൾ കോട്ട് ആൽഫയാണ് ഔട്ട് സൈഡ് എടുക്കുന്നത്. ടാൻ ബൈ കോട്ട് എന്ന് പറയുമ്പോൾ ടാൻ ഇൻറ്റു ടാൻ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ. 1 by sin squared alpha cosec square alpha cancel. cosec squared alpha നമുക്ക് എങ്ങനെ എഴുതാം? 1 plus cot squared alpha. cosec square minus cot squared 1, അതിൽ നിന്ന് കിട്ടും. plus 2 cot alpha. a square plus b square plus 2ab form, that is 1 plus cot alpha the whole square. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 1 പ്ലസ് കോട്ട് ആൽഫ കിട്ടും. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആംഗിൾ തന്നിരിക്കുന്നതൊന്ന് ജസ്റ്റ് നോക്കുക. 3 പൈ ബൈ 4 ടു പൈ ആണ് അല്ലേ? കോട്ട് ആൽഫ നമ്മൾ ഇവിടെ എന്താണ്? കോട്ട് ആൽഫ നെഗറ്റീവാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ മൈനസ് ഓഫ് 1 പ്ലസ് കോട്ട് ആൽഫ എന്ന് എടുക്കണം. ആൽഫ ഇതിലായതുകൊണ്ട് ഡി വൈ ബൈ ഡി ആൽഫ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് 1 എന്താ? 0. ഡെറിവേറ്റീവ് ഓഫ് കോട്ട് ആൽഫ മൈനസ് കൊസീ സ്ക്വയർ ആൽഫ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 5 പൈ ബൈ 6. ഡി വൈ ബൈ ഡി ആൽഫ അറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു 5 പൈ ബൈ 6. cosec square 5 pi by 6. 5 pi by 6 നമുക്ക് എങ്ങനെ എഴുതാം? പൈ മൈനസ് പൈ ബൈ 6. cosec പൈ മൈനസ് പൈ ബൈ 6. 180 വരുമ്പോൾ കൊസീക്കിന് വരും. സെക്കൻഡ് ക്വാർട്ടറിൻ്റെ കൊസീക്ക് പോസിറ്റീവ്. കൊസീക്ക് പൈ ബൈ 6. പൈ ബൈ 6 എന്താ? 30. കൊസീക്ക് 32. ഇവിടെ ഓപ്ഷനിൽ -4 ഉണ്ട്, 4 ഉണ്ട്, 1/4 ഉണ്ട്, -1/4 ഉണ്ട്. ആൻസർ 4. അപ്പോൾ അവിടെ -4 വരാൻ അത് തെറ്റിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ആൽഫ ഏതിലാണ്? 3 പൈ ബൈ 4 ടു പൈ. അപ്പോൾ നമ്മൾ അവിടെ മൈനസ് എടുക്കണം. അതാണ് അവിടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. f of x cos 2 tan inverse sin cot inverse root of 1 minus x by x. 0 less than x less than 1. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. 1 minus x square into f dash x minus 2 f of x the whole square 0. 1 plus x the whole square into f dash x plus 2 f of x the whole square 0. 1 minus x the whole square into f dash x plus 2 into f of x the whole square 0. 1 plus x the whole square into f dash x minus 2 into f of x the whole square 0. നമുക്ക് എന്തായാലും ഡെറിവേറ്റീവ് വേണം. അത് നമുക്കതിന് മുമ്പ് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ കോട്ട് ഇൻവേഴ്സ്, അവിടെ നമ്മൾ എക്സിന് സൈൻ സ്ക്വയർ തീറ്റ കൊടുത്താൽ എന്ത് വരും? 1 മൈനസ് സൈൻ സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ എന്താ? കോട്ട് സ്ക്വയർ. റൂട്ട് എടുക്കുമ്പം കോട്ട് വരും. കോട്ട് ഇൻവേഴ്സ് കോട്ട് തീറ്റ വരും അല്ലേ? കോട്ട് ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ്. അപ്പോൾ കോട്ട് തീറ്റ വരും. അപ്പോൾ കോട്ട് തീറ്റ, കോട്ട് ഇൻവേഴ്സ് കോട്ട് തീറ്റ ഈക്വൽ ടു തീറ്റ.
നമ്മൾ എന്താ അസ്യൂം ചെയ്ത് എക്സിന് സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ തീറ്റ ഇവിടെ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ്. ഇനി നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എക്സിന് സൈൻ സ്ക്വയർ തീറ്റ കൊടുക്കുക. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ എന്താ? കോസ് സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ കോട്ട് സ്ക്വയർ തീറ്റ. കോട്ട് ഇൻവേഴ്സ് കോട്ട് തീറ്റ where theta is equal to sin inverse root x. Sin of sin inverse root x that is equal to root x. ഇതെങ്ങനെ മാറും? f of x cos within the bracket 2 tan inverse root x. നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 2 tan inverse എക്സിനെ നമ്മൾ കോസ് ഇൻവേഴ്സിലാണ് എഴുതുന്നതെങ്കിൽ കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഈ ഒരു ഫോമിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ റൂട്ട് എക്സ് ആണെന്നേ ഉള്ളൂ അല്ലേ. ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 0 തന്നിട്ടുണ്ട്. അത് നമുക്ക് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് പോവാം. കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ റൂട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ എക്സ്. ഇവിടെ കോസ് ഇൻവേഴ്സ് ആണ് അല്ലേ. ദാറ്റ് ഈസ് 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ്. എക്സ് ഗ്രേറ്റർ ദാൻ 0. 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ്. ഇനി നമുക്കിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എഫ് ഓഫ് എക്സ് 1 മൈനസ് എക്സ് ബൈ 1 plus x using quotient rule. Denominator into derivative of numerator minus numerator into derivative of denominator whole divided by denominator square. That is -1 minus x minus 1 plus x. Minus 1 minus into minus 1 plus x into minus 1 minus x plus x cancel. ഇനി ഇതുമായിട്ട് നമുക്ക് നോക്കണം. തന്നിരിക്കുന്ന ഓപ്ഷനായിട്ട് നോക്കണം. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. നമുക്ക് എഫ് ഡാഷ് എക്സ് എന്ത് കിട്ടി? -2 ബൈ എഫ് ഓഫ് എക്സ്. ഇത് 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഡാഷ് എക്സ് -2 ഇൻറ്റു 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഡാഷ് എക്സ് -2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അത് 0 വരത്തില്ല. ഓപ്ഷൻ എ അല്ല. 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു, അപ്പോൾ അവിടെ ന്യൂമറേറ്റർ അത് കട്ടായി പോവും. ഇനി സി ഓപ്ഷൻ വരുന്നത് ഞാനൊന്ന് എഴുതാം. എഫ് ഓഫ് എക്സും കൂടെ ഇവിടെ എഴുതാം. ഓപ്ഷൻ സി 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഡാഷ് എക്സ് പ്ലസ് 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാം. 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ദിസ് -2 ഇൻറ്റു പ്ലസ് 2 ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതൊരേ ടേമാണ്. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0. സോ ആൻസർ ഈസ് ദിസ്. ഇത് ഓപ്ഷൻ സി ആണ്. 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഡാഷ് എക്സ് പ്ലസ് 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഓപ്ഷൻ. ഈക്വൽ ടു 0. ഡിഫറൻഷിയേഷൻ ഇനിയും ഉണ്ട്, കുറേ ഉണ്ട്. നമുക്ക് നോക്കട്ടെ. വെക്കുന്നെങ്കിൽ ഞാൻ ഒരു വീഡിയോയും കൂടെ ഡിഫറൻഷിയേഷൻ ഇടാം. നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കുക. ഓക്കെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ട്. അതിനൊക്കെ ഒത്തിരി താങ്ക്സ്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.